എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരെ ഏത് ഭക്ഷണവും നമ്മൾ ഒന്ന് തന്നെ തുടർച്ചയായി ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിൽ അമിതമാകും. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, ഒരാഴ്ച തുടർച്ചയായിട്ട് ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന്, എല്ലാത്തിനും ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. അതൊക്കെ തള്ള. എത്രയോ ആളുകൾ ഫാം നടത്തുന്നുണ്ട്, നമ്മളെ പരിചയമുള്ള കുറേ ആളുകൾ ഫാം നടത്തുന്നുണ്ട്. അവരൊന്നും ഇഞ്ചക്ഷൻ വെക്കുന്നതായിട്ട് നമുക്ക് അറിവില്ല. ഈ ലോകത്ത് കണ്ടമാന ലോകത്തുള്ള കോടാനകോടി കോഴികൾക്ക് ഇഞ്ചക്ഷൻ വെച്ച് ഇങ്ങോട്ട് വരില്ല. ഏതെങ്കിലും ഫ്രോസൺ ചിക്കൻ ചിലപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ തള്ളം അങ്ങോട്ട് വിശ്വസിക്കരുത്. ഈ അടുത്തിട്ട് നമ്മുടെ തണ്ണിമത്തൻ ബത്തക്ക, അതിനൊക്കെ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് കളർ നൽകുന്നത് എന്ന് കുറെ ആളുകൾ വ്ളോഗ് ചെയ്തു. പച്ചയായി ബത്തക്കയുടെ ഫാമിൽ പോയിട്ട് കാണിച്ചൊന്നു ഒരൊറ്റ ഒന്ന് ഇവിടെ പിടിക്കുന്ന ഈ ബത്തക്കയ്ക്കൊക്കെ ഈ ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ എത്ര പൈസ വേണം? ചൈനീസ് മുട്ട എന്നൊക്കെ പറയും, മുട്ടക്കാകെ 5 രൂപയുള്ളൂ. ഈ മുട്ട കൃത്യമായിട്ട് ഉണ്ടാക്കാൻ എത്ര പൈസ വേണം? വെറുതെ സോഷ്യൽ മീഡിയയിൽ ആരും ഒരു അടിസ്ഥാനമില്ലാതെ പറയുന്ന വ്ളോഗുകൾ കണ്ട് പ്രിയപ്പെട്ട ആരും വിശ്വസിക്കരുത്. പലതും തള്ളാൻ, പലതും റീച്ച് കിട്ടാനുള്ള, വൈറലാവാനുള്ള, അവർക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് പല ആളുകളും സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അല്ലാതെ വേറൊരു ഉപകാരം നിങ്ങളത് കൊണ്ട് വിചാരിക്കും. ഏറ്റവും തറ വീഡിയോ ഇട്ടാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവും. പാവാട പൊന്തിക്കുന്ന വീഡിയോ ഒരു പെൺകുട്ടി ഇട്ടാൽ 1 മില്യണിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് കുതിക്കും. അങ്ങനെ തന്നെയാണ്. ഒരു പാവാട പൊന്തിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് 1 മില്യൺ, 2 മില്യൺ, 5 മില്യണിലേക്ക് അടിച്ചു കയറും. അതാണ് ഏറ്റവും തറ വീഡിയോകളാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുക. ഈ ഉസ്താദ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്താ ഉസ്താദ് ചെയ്തതെന്ന്. ഉസ്താദ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കൊടുക്കുക. ഈ ദിക്ർ ചൊല്ലിയാ 4 മാസം കൊണ്ട് വീടുണ്ടാവും. അങ്ങനെ കാണുമ്പോൾ എല്ലാവരും നോക്കി, എന്താ 4 മാസം കൊണ്ട് വീടുണ്ടാവാനുള്ള ദിക്ർ ഏതാണ്? ഒരു ചുക്കും ഉണ്ടാവില്ല ഇതിനുള്ളിൽ. ഈ രീതിയിൽ ആളുകളെ പറ്റിക്കാൻ അവർക്കൊരു ഇൻകം സോഴ്സിന് വേണ്ടി തോന്നിവാസങ്ങൾ ചെയ്യണം. അതേപോലെ എത്ര പച്ചയായ കള്ളങ്ങൾ പഠിച്ചുവിടുന്നുണ്ട്. ഞാൻ തന്നെ എനിക്കെതിരെ തന്നെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് തങ്ങൾക്കെതിരെ ഒരേ സമയം കുറച്ച് മുമ്പ് പറയും സാദിഖലി തങ്ങൾക്കെതിരെയാണ്, അതേ ടീം കുറച്ച് കഴിഞ്ഞാൽ പറയും ജിഫ്രി തങ്ങൾക്കെതിരെയാണ്. ഇവർക്കൊന്നും ഉളുപ്പുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്തിനാണ് ഈ ആരാന്റെ ഫിത്നയും ഗീബത്തും നമീമത്തും ഭിന്നിപ്പൊക്കെ ആയിട്ട് എന്തിനായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, യൂട്യൂബുകൾ ഉപയോഗിക്കുന്നത്? എന്ത് വരുമാനം കൊണ്ട് എങ്ങനെ ഈ മക്കളെ തീറ്റിക്കും? കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തീറ്റിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആളുകളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ട് വിഷയവുമായൊരു പുലബന്ധം പോലും ഇല്ലാത്ത വീഡിയോകൾ ഉണ്ടാക്കി സമൂഹത്തെ പരസ്പരം തമ്മിൽ തല്ലിച്ചും പറ്റിച്ചും യൂട്യൂബ് കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ഓരോ യൂട്യൂബേഴ്സും അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഹറാമു തിന്നാൽ ഒരു കാരണവശാലും സ്വർഗത്തിന്റെ 7 ഏലത്തെത്തൂല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ എന്ന് വെച്ചാൽ 60 കഴിഞ്ഞിട്ട് 60 വയസ്സ് വരെ ഒരാൾക്ക് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാണ്. 60 വയസ്സിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് തൗബ ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ലാ തഖൂമുസ്സാഅ ഹത്താ യൽഹറ മൗതുൽ ഫജ്അ. ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകാതെ ലോകാവസാനം സംഭവിക്കൂല. മരണത്തിന്റെ സൂചന ചില ആളുകൾ കിട്ടൂല, അങ്ങോട്ട് മരിച്ചു പോകും. പ്രായമായിട്ടില്ല, 50ഉം 60ഒക്കെ ആയിട്ടുള്ളൂ, രോഗത്തിന്റെ ഒരു ലക്ഷണം പോലില്ല, ഇരുന്ന ഇരിപ്പിൽ കുഴഞ്ഞു വീണു. വേല കേൾക്കുമ്പോ വേല പറയുന്നവനും വീണു, വേല കേൾക്കുന്നവനും വീണു. കല്യാണത്തിന് പോയി പാട്ട് പാടുമ്പോ പാട്ട് പാടുന്നതിനിടയിൽ വീണു. പള്ളിക്ക് പോകാൻ വേണ്ടി കസേരയിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോ അവിടെ നിന്ന് കുഴഞ്ഞു. ഇങ്ങനെ എത്രയാണ് പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇതിനെ എണ്ണുന്നത്. അങ്ങനെ മരണപ്പെട്ടാൽ തൗബ ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടാവില്ല, തൗബ ചെയ്യാൻ കഴിയില്ല അങ്ങനെ മരണപ്പെട്ടാൽ. അപ്പൊ കുറച്ചു കാലം രോഗിയായി ഇതെന്റെ മരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മരിക്കലാണ് ഖൈർ. 60ഉം 65ഉം 70ഒക്കെ ആയി കുറച്ചു കാലം രോഗിയാകുമ്പോ രോഗിക്ക് മനസ്സിലാക്കി എന്റെ അവസാനമാണ് ഞാൻ മരിക്കാനായി എന്ന്. അപ്പൊ അവര് തൗബ ചെയ്യും. അങ്ങനെ തൗബ ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും തൗബ ചെയ്ത് മരിക്കാൻ അയാൾ കഴിയും. 60 കഴിഞ്ഞ ആളുകളൊക്കെ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അയാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. ഒരു തെറ്റും ബാക്കി ഉണ്ടാവില്ല.
15 വയസ്സ് മുതൽ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞാൽ അള്ളാഹു തആല അയാൾക്ക് മാപ്പ് തരാൻ കാത്തിരിക്കാൻ. തരൂലെന്നുള്ള ഡൗട്ടില്ല. നിങ്ങൾക്ക് അല്ലാഹ് പുറത്തരോ തരൂല എന്നുള്ള ചർച്ച പോലും ഇല്ല. ഇന്നല്ലാഹ യബ്സുത്തു യദഹു ഫിൽ ലൈൽ. രാത്രിയായാൽ അള്ളാഹു കൈകൾ ഇങ്ങനെ നീട്ടിയിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യ്, നിങ്ങൾക്ക് തൗബ ചെയ്യാനുണ്ടെങ്കിൽ തൗബ ചെയ്തോളൂ, ഞാൻ തരാം, പുറത്തു തരാം. രാത്രി സമയത്ത് ലിയതൂബ മുസീഅൻ നഹാർ, പകലിലെ തെറ്റുകളൊക്കെ പുറത്തു തരാൻ രാത്രി അള്ളാഹു കാത്തിരിക്കുന്നു. രാത്രിയിലെ തെറ്റുകളൊക്കെ പുറത്തു തരാൻ പകലിൽ അള്ളാഹു കാത്തിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ അള്ളാഹു പൊരുത്തപ്പെട്ടു തരാത്ത പാപം മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ഫിത്നയും ഫസാദും വെച്ച് നടക്കലാണ്, ഭിന്നിപ്പുണ്ടാക്കലാണ്. സമൂഹത്തിന്റെ ഐക്യത്തെ തകർക്കുന്നവർ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ, ഛിദ്രതയുണ്ടാക്കുന്നവർ, പള്ളിയോ നാട്ടിലോ പള്ളി കമ്മിറ്റിയിലൊക്കെ ഫിത്നയും ഫസാദുമായി നടക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാട്ടിൽ വെച്ചും മോശമാക്കുമെന്ന് മാത്രമല്ല അപകീർത്തിപ്പെടുത്തും മാത്രമെന്നല്ല, അയാളുടെ സ്വന്തം വീടിന്റെ അകത്തളങ്ങളിൽ പോലും അയാൾക്ക് മുഖം വെളിവാക്കി നടക്കാൻ പറ്റാത്ത ദയനീയമായ ഒരു സാഹചര്യം ഇത്തരം ഫിത്നക്കാർക്ക് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പുറത്ത് സമൂഹത്തിലേക്ക് ഭിന്നിപ്പായി നടക്കുന്ന ഫിത്ന പറയുന്ന സ്വാലിഹീങ്ങളായ കുറച്ച് ആളുകളുണ്ട്. അവരെ സ്വാലിഹീങ്ങളായ ഫിത്നക്കാരെന്ന് പറയല്. അവര് പള്ളിയിൽ ആദ്യം ഉണ്ടാവും, എല്ലാ വക്തിലും നിസ്കരിക്കാൻ അവര് പള്ളിയിൽ വരും, താടിയും തൊപ്പിയൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെ പണി എന്താ? നിസ്കാരം കഴിഞ്ഞാ ഫിത്നയാണ്, കല്യാണ വീട്ടിൽ പോയാ ഫിത്നയാണ്. ആർക്കെതിരെ? കമ്മിറ്റിക്കാർക്കെതിരെ, ഉസ്താദുമാർക്കെതിരെ, ഇവിടെ പള്ളിയിൽ വരുന്ന നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്കെതിരെ, ചെറുപ്പക്കാർക്കെതിരെ. കാണുമ്പോ നല്ല തഖ്വ, നല്ല താടി തൊപ്പിയും വെച്ച് നല്ല വെള്ള വസ്ത്രം വെച്ച് 5 നേരം പള്ളിയിലേക്ക് വരും. ഇത്തരം ആളുകളെ അല്ലാഹു തആല അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ പോലും മുഖം തുറന്ന് നടക്കാൻ വിടൂല. സ്വന്തം വീട്ടിൽ വരെ അവർ അപമാനിച്ചു കളയും അല്ലാഹു. സ്വന്തം ഭാര്യയുടെ മുമ്പിലും മക്കളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു വരെ അവഹേളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നാളെ പ്രയാസപ്പെടുന്നത് നമ്മുടെ നാവ് കൊണ്ടുണ്ടാക്കുന്ന തെറ്റുകളാണ്. 60 കഴിഞ്ഞ ആളുകളൊക്കെ സ്വർഗത്തിൽ പോകേണ്ടവരാ. 60 കഴിഞ്ഞാ പിന്നെ നരകത്തിൽ പോകാൻ പാടില്ല. അവരൊക്കെ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. 60 കഴിഞ്ഞിട്ടും ഒരാൾ നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ നാവ് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന മിൻ ജിലാലില്ലാഹ് ഇക്റാമദിശ്ശൈബത്തിൽ മുസ്ലിം, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് സമാനമാണ് മുസ്ലിമീങ്ങളായ, നിങ്ങളുടെ നാട്ടുകാരായ, അയൽക്കാരായ, കുടുംബക്കാരായ, തലമുതിർന്ന പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് സമാനമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന മിൻ ജിലാലില്ലാഹ്, ഗീവ് റെസ്പെക്ട് എന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് സമാനമാണ് ഇക്റാമദിശ്ശൈബത്തിൽ മുസ്ലിം. നമ്മുടെ നാട്ടിലുള്ള തലമുതിർന്ന താടിയും മുടിയൊക്കെ നരബാധിച്ച ആളുകളെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് സമാനമാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, എങ്ങനെ അവരെ നമ്മൾ ബഹുമാനിക്കാതിരിക്കും? അവരാണ് നമ്മുടെ വീടിന്റെ ബറക്കത്ത്. ഓ ബറക്കത്തുൽ ബുയൂത്ത്, നമ്മുടെ ഈ സൊസൈറ്റിയുടെ പില്ലർ അവരാണ്. ഫഹും ഇമാദുൽ മുജ്തമ, ഈ സൊസൈറ്റിയുടെ, ഈ സമൂഹത്തിന്റെ പില്ലറുകളാണ് അവർ, നെടുന്തൂണുകളാണവർ. വബറകത്തുൽ ബുയൂത്ത്, ഓരോ വീടിന്റെയും ബറക്കത്ത് ആ വീട്ടിലുള്ള വയസ്സായ ഉമ്മയും ആ വീട്ടിലെ രോഗിയായി ബെഡ്രിഡനായി കിടക്കുന്ന പിതാവുമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അൽ ബറകത്തു മഅകാബിരിഹിം, ഓരോ വീടിന്റെയും ബറക്കത്ത് എന്ന് പറയുന്നത് അവിടെയുള്ള ഏറ്റവും പ്രായമുള്ള ആളുകളിലാണ് ഉണ്ടാവുക. ഒരു നാട്ടിലെ ബറക്കത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള മുതിർന്ന തലനിരച്ച കാരണവന്മാരിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് അവരെ അവഗണിക്കാൻ കഴിയുക? അവരില്ലാതെ നമ്മൾക്ക് ഭക്ഷണമില്ല, അവരില്ലാതെ നമ്മൾക്ക് ജോലിയില്ല. ഓർമ്മയുണ്ടല്ലോ, ഹബീബായ നബി തങ്ങളുടെ സമീപത്തേക്ക് വന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, ഞാൻ എപ്പോഴും ജോലിക്ക് പോവാണ്, എന്റെ സഹോദരനാണെങ്കിൽ ഒരു പണി കൊടുക്കാതെ നിങ്ങളെ സദസ്സിൽ വന്ന് ക്ലാസ്സിൽ വന്ന് ഇൽമ പഠിക്കാം, ഞാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കിയ കുടുംബത്തെ പോയിട്ട് ഓനൊരു പണി എടുക്കുന്നില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആ സഹോദരനോട് പറയുന്നത്, ലഅല്ലക തുർസഖു ബിഹി, അല്ലാഹു നിനക്ക് ജോലി തരുന്നത്, അല്ലാഹു നിനക്ക് റിസ്ക് തരുന്നത് ആ ഇൽമ പഠിക്കുന്ന ആ നിന്റെ അനുജൻ കാരണത്താലാണ്. അതുകൊണ്ട് അനുജനെ കുറ്റപ്പെടുത്തണ്ട, അല്ലാഹു നിനക്ക് റിസ്ക് തരാൻ കാരണം ആ നിന്റെ അനുജൻ ഇൽമ പഠിക്കുന്നു എന്ന കാരണത്താലാണ്.
ഗൾഫിൽ പോയി ജോലി കിട്ടുന്നത് വീട്ടിലുള്ള പിതാവിന്റെ വയസ്സായ ഉമ്മ കാരണത്താലാണ്. ആ ബോധം നമ്മൾക്ക് ഉണ്ടാവണം. നാട്ടിലായാലും ഗൾഫിലായാലും നമ്മൾക്ക് ജോലി ലഭിക്കുന്നതും വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരായ ഉപ്പമാരും ഉമ്മമാരും കാരണത്താലാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ റിസ്ക് അല്ലാഹു തടയാതിരിക്കണമെങ്കിൽ ഈ മാതാവിനെ ഞാൻ പരിപാലിക്കണം എന്ന ബോധം ഉണ്ടാവുക. എന്റെ ജോലി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ ഉമ്മാനെ ബഹുമാനിക്കണം. എന്റെ ബിസിനസ് സക്സസ് ആവണമെങ്കിൽ എന്റെ മാതാവിനെ പിതാവിനെ ബഹുമാനിക്കണം. യൂസുഫ് അലിയെ പോലെയുള്ള മുതിർന്ന വലിയ വലിയ മുതലാളിമാരൊക്കെ പലപ്പോഴും അവരുടെ ഉമ്മയെക്കുറിച്ച് അനുസ്മരിക്കാറുണ്ട്, അവരുടെ പിതാവിനെ കുറിച്ച് അനുസ്മരിക്കാറുണ്ട്. ഒരുപാട് മുതലാളിമാരെ എനിക്കറിയാം. ഉമ്മയുടെ പേരിൽ പള്ളി കെട്ടിച്ചു കൊടുക്കുന്നവർ, ഉമ്മയുടെ പേരിൽ സ്ഥാപനങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നവർ. എന്താ കാരണം? ഉമ്മയോടുള്ള സ്നേഹമാണ്, ഉപ്പയോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്താൽ അവർ ചെയ്യുന്നത് മൂലം അല്ലാഹു അവർക്ക് വീണ്ടും വീണ്ടും ബർക്കത്ത് ചെയ്യുന്നു. വലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എങ്ങനെ ശുക്ർ ചെയ്യാ? നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എങ്ങനെയാണ് ശുക്ർ ചെയ്യുന്നത്? അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഉമ്മമാര് നമ്മളെ ഗർഭം ചുമക്കുന്നത്. വഫിസാലുഹു ഫീ ആമൈൻ, ഉമ്മമാര് മുലപ്പാല് നൽകുന്നുണ്ട് 2 വർഷക്കാലം. ഗർഭം ചുമക്കുന്നതിനേക്കാളും പ്രയാസം മുലപ്പാല് നൽകലാണ്. പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി, ഗർഭം ചുമക്കുന്നതിനേക്കാളും പ്രസവിക്കുന്നതിനേക്കാളൊക്കെ പ്രയാസം പാല് നൽകലാണ്, ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഈ അടുത്ത് ഒരു കളിക്കാരി സാനിയ മിർസ പറയണ്ടായി, ഇനിയും ഞാൻ ഗർഭം ചുമക്കാൻ തയ്യാറാണ്, പക്ഷേ പാൽ കൊടുക്കാൻ കഴിയില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഗർഭം ഞാൻ ഇനി ചുമന്നോളാം, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതൊക്കെ വലിയ പ്രയാസമായിട്ട് തോന്നും. അതിനേക്കാളും പ്രയാസം 2 വർഷത്തെ മുലപ്പാല് നൽകുന്നതിനുണ്ട്. ഈ മുലപ്പാലൊന്നും നൽകാതെ ജോലിക്ക് പോകുന്ന ഉമ്മമാരുണ്ട്. എല്ലാം ഗ്രാൻഡ് ഫാദറിന്റെ വല്യപ്പയുടെ വല്യമ്മയുടെ അടുത്താക്കിയിട്ട് ജോലിക്ക് പോകുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് പുതിയ കാലത്ത്. ഒന്നും സമയമില്ലെങ്കിൽ മക്കൾ ഉണ്ടാക്കണ്ട, സമയം ഉണ്ടാകും, ബാക്കിയാൽ മതി. UK പോവാൻ, കാനഡയിൽ പോവാൻ, സ്വിറ്റ്സർലാൻഡിൽ പോവാൻ, അവിടെ ജോലിയാ. ആ ജോലിയുടെ ഇടയിൽ വന്നൊന്ന് പ്രസവിക്കുന്നു, പ്രസവിച്ചിട്ട് ഒരാഴ്ചയൊക്കെ മക്കളുടെ കൂടെ ചെലവഴിക്കുന്നു, പിന്നെ മാറ്റേണിറ്റി ലീവ് കഴിഞ്ഞു തിരിച്ചു പോവാൻ. കുട്ടി ആരുടെ കൂടെയാണ്? കുട്ടി മെയ്ഡിന്റെ കൂടെയാണ്, കുട്ടി ഗ്രാൻഡ് പേയുടെയും ഗ്രാൻഡ് മെയ്ഡേയും കൂടെയാണ്. ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ട് മക്കൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയാൽ പോരെ. ജോലിയൊക്കെ ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം മക്കൾ ഉണ്ടാക്കിയാൽ പോരെ. ഈ കുട്ടികളെ നമ്മൾ ഗ്രാൻഡ് പേയുടെ അടുത്താക്കാൻ പാടുണ്ടോ? നമ്മൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ മക്കൾ ഉണ്ടാക്കരുത്. പുതിയ തലമുറ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. എല്ലാവർക്കും ജോലി വേണം. ഇന്നത്തെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ജോലി വേണം. കല്യാണം കഴിക്കാൻ പറയുമ്പോൾ എന്താ പറയാ? ഞാൻ പഠിച്ചു കഴിയട്ടെ, 30 വയസ്സ് വരെ പഠനം തന്നെ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ എനിക്ക് ജോലി വേണം, ഞാൻ സെറ്റിൽഡ് ആയതിനു ശേഷം കല്യാണം കഴിക്കാം. 35 വയസ്സ് ജോലിക്കായാലും പിന്നെ നല്ല ഹൈ സ്കെയിൽ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി ഗർഭിണിയൊക്കെ ആയാലും പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ചർച്ച, എന്താ ചെയ്യാ? ഏതായാലും പ്രസവിച്ചതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം? മെയ്ഡിന്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ നഴ്സറികളിലോ മക്കളെ ഏൽപ്പിക്കാം, പിന്നെ ഗ്രാൻഡ് ഫാദർ അവിടെ നാട്ടിലാക്കാം, എന്നിട്ട് നമ്മൾ ജോലിക്ക് പോവാം. കാരണം എന്താ? ജോലി ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ജോലി തന്നെ നഷ്ടപ്പെടും. 2 വർഷം പാൽ കൊടുക്കാൻ നിന്നാൽ ജോലി നഷ്ടപ്പെടും. അപ്പോൾ മക്കളെക്കാളും വലുത് ശമ്പളമാണ്, സാലറിയാണ് എന്ന ഒരു തെറ്റായ ധാരണയിലേക്ക് നമ്മുടെ പാരന്റ്സ് എത്തി. സ്വാഭാവികമായിട്ട് ഈ മക്കളൊക്കെ തിരിച്ച് അവരെ റെസ്പെക്ട് ചെയ്യുമെന്ന് ആരും വിചാരിക്കുകയും ചെയ്യരുത്. കാലം ഒന്നിനും തിരിച്ചടി നൽകാതെ കടന്നുപോയിട്ടില്ല എന്ന് ലോകത്തിന്റെ ഹിസ്റ്ററി, ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയ നമ്മൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു പറയാൻ, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. അനിഷ്കുർ ലീ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നത് പോലെ മാതാവിനും പിതാവിനും നന്ദി ചെയ്യണം. അള്ളാഹുവിന്റെ നന്ദി സ്വീകാര്യമാവണമെങ്കിൽ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുന്നവരായി നമ്മൾ മാറണം. അല്ലാതെ പടച്ചോ നിങ്ങളുടെ നന്ദി വേണ്ട. മാതാപിതാക്കളോട് നന്ദി കാണിക്കാത്തവന്റെ നന്ദി പടച്ചോന് വേണ്ട. അനിഷ്കുർലി വലിവാലിദയ്യ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. ഇത് നന്ദിയുടെ കാര്യം. ഇബാദത്തിന്റെ കാര്യം അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ എന്നെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം.
എന്നെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ എന്നെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, എന്നെ ആരാധിക്കുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം, മുതിർന്നവരോട് നന്മ ചെയ്യണം. ഇതൊക്കെ അല്ലാഹ് കൂട്ടിച്ചേർത്ത് പറയാണ്. അഥവാ മാതാപിതാക്കളെ തീരെ ബഹുമാനിക്കാതെ പള്ളിയുടെ മെഹ്റാബിൽ കടന്നിട്ട് നെറ്റിത്തമ്പുണ്ടാക്കിയാൽ ആ നെറ്റിത്തടമ്പ് കോരിയിട്ട് നമ്മുടെ നെറ്റിയിൽ നിന്ന് ചർമ്മം മുറിച്ചെടുത്ത് കളയാന്നല്ലാതെ അതുകൊണ്ട് ആഖിറത്തിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാത്തവൻ. അള്ളാഹുവിന് കുറെ നന്ദി, പള്ളിക്കൊക്കെ കുറെ സ്വത കൊടുക്കാൻ നന്ദി, കിട്ടിയ പൈസക്കൊക്കെ നന്ദി, എന്നാൽ മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഈ നന്ദിയൊക്കെ വൃഥാവിലാണ്, വേസ്റ്റാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അൽ ബറകത്തു മഅ അകാബിരിഹിം, മാതാപിതാക്കളുടെ കൂടെ, വൃദ്ധരായ ആളുകളുടെ കൂടെയാണ് ബറക്കത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങള് മിമ്പറിൽ കയറുമ്പോൾ ഒരു ദുആ നമ്മൾക്കൊക്കെ പരിചയമുണ്ട്. എന്താ ദുആ? 60 വയസ്സ് കഴിഞ്ഞ ഉമ്മ, 60 വയസ്സ് കഴിഞ്ഞ പിതാവ് ഒരാൾക്കുണ്ട്. നമ്മൾക്ക് 60 വയസ്സ് കഴിഞ്ഞ മാതാവും 60 വയസ്സ് കഴിഞ്ഞ പിതാവും നമ്മൾക്കുണ്ട്. എന്നിട്ടും നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണണ്ട എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 60 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളുള്ള ഏതെങ്കിലും ഒരു കുട്ടി, ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും ഒരാളുടെ മതി. ഉപ്പാക്ക് 60 കഴിഞ്ഞു, ഉമ്മാക്ക് 45 ആയിട്ടുള്ളൂ, എന്നാലും മതി. 60 കഴിഞ്ഞ ഒരാളുണ്ടെങ്കിൽ മതി, 2 ആൾ വേണമെന്നില്ല. എന്നിട്ടും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണണ്ട. സ്വർഗത്തിന്റെ 7 അയലത്ത് നിങ്ങൾ എത്തൂല. ആരാ ദുആ ചെയ്തത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആ ദുആ ചെയ്തത്. ആമീൻ പറഞ്ഞതാരാ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആമീൻ പറഞ്ഞത്. ഉത്തരം കിട്ടാതിരിക്കോ? ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആമീൻ പറയാണ്. ഇതിന് ഉത്തരം കിട്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഥവാ 60 വയസ്സ് കഴിഞ്ഞ പിതാവോ മാതാവോ ഉണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണം. എങ്ങനെയാ പാപങ്ങൾ പൊറുക്കപ്പെടാ? തൗബ ചെയ്യണ്ട, ദുആ ചെയ്യണ്ട, മക്കൾക്ക് ഉംറ ചെയ്യാനോ ഹജ്ജ് ചെയ്യാനൊന്നും മക്കത്ത് പോണ്ട. ആ മാതാവിനെയും പിതാവിനെയും തൃപ്തിപ്പെടുത്തലോടുകൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരു തൗബയുടെ ആവശ്യം പോലും ഇല്ല. 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധരായ വാപ്പ ഉമ്മ, അവർക്ക് ഖിദ്മത്ത് ചെയ്തു അവരെ തൃപ്തിപ്പെടുത്തിയാൽ തന്നെ നിങ്ങളുടെ സർവ്വ പാപങ്ങളുള്ള പുറത്തു വരും. ഈസി വേ, സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. അവരെ നിങ്ങൾ തീരെ പരിഗണിക്കാതെ, അവരെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യാതെ, പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ രാത്രി സുബഹി വരെ പള്ളിയിൽ ഹയാത്താക്കിയത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അല്ലാഹു പറയുന്നത്, നബി തങ്ങൾ പറയുന്നത്, അല്ലാഹു സ്വർഗത്തിൽ നിന്നവരെ മാറ്റി നിർത്തട്ടെ, സ്വർഗത്തിൽ നിന്ന് അല്ലാഹു അകറ്റി നിർത്തട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗം നമ്മുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം അല്ലാഹു ജോലിയും റിസ്ഖും ആരോഗ്യവും എല്ലാം തരുന്നത് മുതിർന്നവരായ വയസ്സന്മാരായ ആളുകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. ബറകത്തുനാ ഫീ ഹിക്മതിഹിം, അവരുടെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കണം. വബറകത്തുനാ ഫീ ദഅവാതിഹിം, അവരുടെ പ്രാർത്ഥന നമ്മൾക്ക് വേണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുആഉൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഉത്തരം കിട്ടാൻ കാരണമുള്ള ദുആ ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 60 വയസ്സൊക്കെ കഴിഞ്ഞ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അവരുടെ ദുആഇന് ഉത്തരമുണ്ടാകും. അല്ലാഹു ആ ദുആഇനെ തള്ളിക്കളയൂല. അതുകൊണ്ട് ബറകത്തുനാ ഫീ ദഅവാതിഹിം, അവരുടെ ദുആ കൊണ്ടല്ലാതെ നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവൂല, നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവൂല, നമ്മുടെ ഇൽമിൽ ബറക്കത്തുണ്ടാവൂല. അവർക്ക് നന്നായി നമ്മൾ നൽകണം, അവരോട് നമ്മൾ വാത്സല്യം കാണിക്കണം, അവരുമായി നമ്മൾ അഭിപ്രായം ചോദിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോയാലാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാവുക. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ആരാണോ നന്മ ചെയ്യുന്നത് അവർക്ക് അല്ലാഹു തിരിച്ചു നന്മയാ നൽകുന്നത്. കമാ തദീനു തുദാൻ, എന്താണോ നീ കൊടുത്തത് അതാണ് നിനക്ക് തിരിച്ചു കിട്ടുക. ആസിസോ സയുറീം, നീ എന്താണോ വിത്തിട്ടത് അതേ നീ നാളെ ഫലം കൊയ്യുള്ളൂ. നീ വിത്തിട്ടതേ അവിടെ കൃഷിപ്പാടങ്ങളിൽ, നമ്മുടെ കണ്ടങ്ങളിൽ, നമ്മുടെ തോട്ടങ്ങളിൽ നമ്മളിട്ട കൃഷിയുടെ വിത്ത് ഏതാണ്, ആ വിത്തിനുള്ള ഫലങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മളവിടെ കവുങ്ങ് നട്ടാൽ ആ കവുങ്ങിൽ ഒരിക്കലും തേങ്ങ ഉണ്ടാവൂല.
അവിടെ നമ്മൾ നെൽകൃഷി നടത്തിയാൽ നെൽകൃഷിയിൽ നിന്ന് ഗോതമ്പുണ്ടാവൂല. അതാ പറഞ്ഞത് ആസിസോ സോയുറി. എന്താണോ നിങ്ങൾ വിത്തിടുന്നത് അതാണ് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ കഴിയുക. അഥവാ നിങ്ങൾ റെസ്പെക്ട് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ച് റെസ്പെക്ട് തരും. നിങ്ങൾ നന്മ ചെയ്താൽ അള്ളാഹു തിരിച്ചു നന്മ തരും. നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ അപമാനിക്കുകയോ പുച്ഛിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്താൽ ഒരിക്കലും നമ്മൾ അള്ളാഹുവിൽ നിന്ന് തിരിച്ചൊരു നന്മ പ്രതീക്ഷിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. എല്ലാ നന്മയുടെയും പ്രതിഫലം തിരിച്ചു നന്മയാണ്, തിന്മയുടെ പ്രതിഫലം തിരിച്ചും തിന്മയാണ്. അതുകൊണ്ട് കമാ തദീനു തുദാൻ, എന്താണോ നീ ചെയ്യുന്നത് അത് അള്ളാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ, മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ മുതിർന്നവരായ കാരണവന്മാരായ ആളുകളെ പുച്ഛത്തോടെ അവഹേളനയോടെ അവരെ നിന്ദ്യരായി കാണുന്ന എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് ഞാൻ പറയാണ്, ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ. മുതിർന്നവനെ ബഹുമാനിക്കാത്തവൻ മുസ്ലിമേ അല്ല. നിങ്ങൾക്ക് പുച്ഛം തോന്നുന്നുണ്ടോ? പള്ളിയിൽ വന്നിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോ ഏതെങ്കിലും കാരണവന്മാർ എന്തടാ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് അവരോട് പുച്ഛം തോന്നുന്നുണ്ടോ? അവരെ നിങ്ങൾ അപമര്യാദയായി പെരുമാറുന്നുണ്ടോ? യു ആർ നോട്ട് എ മുസ്ലിം. എന്നിൽ വിട്ടവനല്ല, നീ മുസ്ലിം അല്ല. ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ. നാട്ടിലെ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാത്തവൻ ഈസ് നോട്ട് എ മുസ്ലിം. വലിയ മുതിർന്ന ആളുകളൊക്കെ കാണുമ്പോ കാലൊക്കെ കേട്ടി ഇങ്ങനെ ഇരിക്കുക. പള്ളിയിൽ അവിടെ ഇരിക്കുകയാണ്, വരാന്തയിൽ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ വയസ്സന്മാര് വന്നാ എണീച്ചു കൊടുക്കണം. വയസ്സന്മാര് വന്നാലൊന്ന് എണീറ്റ് കൊടുക്കണം. അവർ ചെരുപ്പൊക്കെ തേടുന്നു കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചെരുപ്പൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുക. തങ്ങളെ ചെരുപ്പ് കമ്മിറ്റിക്കാർ അവർ തെറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കണ്ട, അതൊക്കെ പഠിച്ചു നോക്കിക്കോളൂ. മനുഷ്യന്മാരെ തെറ്റ് നിങ്ങൾ നോക്കണ്ട, ഒരു മനുഷ്യന്റെ തെറ്റും നിങ്ങൾ നോക്കണ്ട, അത് പഠിച്ചു നോക്കിക്കോളൂ. നമ്മളോട് മറ്റുള്ളവരുടെ തെറ്റു നോക്കി നടക്കാൻ പറഞ്ഞിട്ടില്ല. ആര് തെറ്റും നമ്മൾ തെറ്റ് നോക്കുക. ബാക്കിയുള്ളവർ തെറ്റുകാരായിക്കോട്ടെ, കുടിയന്മാരായിക്കോട്ടെ, വിചാരികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അത് പഠിച്ചോൻ അവർ തമ്മിലുള്ള പ്രശ്നമല്ലേ, നമ്മളവർ തമ്മിലുള്ള പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് അവരുടെ യൗവനം ഇങ്ങനെ ആയിരുന്നു, അവർ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു, പണ്ടൊക്കെ വെള്ളം കുടിച്ച് നടന്ന ആളാ, ഇപ്പൊ വലിയ ആളായി, അങ്ങനെ ചിന്തിക്കരുത്. അത് അള്ളാഹ് പുറത്തു കൊടുക്കാൻ സെക്കൻഡ് മതി പഠിച്ചോന്. എത്ര വലിയ തെറ്റുകാരനും എത്ര വലിയ പാപിക്കും പുറത്തു കൊടുക്കാൻ അള്ളാഹുവിന് സെക്കൻഡുകൾ മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ. നമ്മളിൽ മുതിർന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യാത്തവൻ മുസ്ലിമല്ല. ലൈസ മിന്ന എന്ന് പറഞ്ഞാൽ എന്താ? എന്നിൽ പെട്ടവനല്ല. അള്ളാന്റെ റസൂലാര മുസ്ലിമാണ്, എന്നിൽ പെട്ടവനല്ല, മുസ്ലിമല്ല. സ്കൂളിൽ പോയാൽ, കോളേജുകളിൽ പോയാൽ അവിടെയുള്ള അധ്യാപകന്മാർ, ടീച്ചർമാർ അവർ റെസ്പെക്ട് ചെയ്യാം. പഠിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് കയ്യിൽ നിന്ന് പേന താഴെ വീണ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്, കാലിന്റെ വിരൽ കൊണ്ട് പേന ഇങ്ങനെ എടുക്കാം. റെസ്പെക്റ്റിനെതിരാണ്. അവർക്ക് നാഫിയായി ഇൽമുട്ടൂല. പുസ്തകം വീണാൽ ആ പുസ്തകത്തെ കാല് കൊണ്ടെടുക്കുക, പഠിക്കുന്ന പുസ്തകത്തെ കാല് കൊണ്ട് വലിച്ചെടുക്കുക. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ്. പരിശുദ്ധ ഭൂമിയിലേക്ക് ഇറങ്ങിയ മൂന്നാമത്തെ ആയത്തിൽ പേനയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ആ പേനയെ, ആ ചോക്കിനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ കാലുകൾ കൊണ്ട് ഇറക്കിയെടുക്കുന്നത്. റെസ്പെക്റ്റിനെതിരാണ്. ആഫിയായ ഇൽമ കിട്ടൂല, മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഓതിയില്ലേ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് തഖ്വയുള്ള ആളുകൾക്ക് കഴിയുള്ളൂ. അല്ലാതെ ഈ കാലിലൊക്കെ പേനെടുക്കുന്നത് തഖ്വയില്ലാത്തതിന്റെ അടയാളമാണ്. തൊപ്പിയായാലും അങ്ങനെ തലയിൽ വെക്കുന്ന തൊപ്പി അത് കാലുകൊണ്ട് ഇങ്ങനെ എടുക്കരുത്. ആദരിക്കേണ്ടതിനെ എല്ലാം ആദരിക്കണം. പള്ളി റെസ്പെക്ട് ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെ ഓടിച്ചാടി നടക്കരുത്, അടിപിടി ഉണ്ടാക്കരുത്. അവിടെ നിന്ന് മൊബൈൽ ഇങ്ങനെ ഗെയിം കളിക്കരുത്. അത്യാവശ്യം ഫോണൊക്കെ വരുമ്പോൾ എടുക്കുന്നു എന്നതിനപ്പുറം അവിടെ ഗെയിം കളിക്കുക, അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മിനി മിലിറ്റി കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുക. തറാവിക്ക് വന്നിട്ട് കുട്ടികൾക്ക് പണിയാതെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ കളിക്കുക. ഇതൊക്കെ പള്ളിയോട് കാണിക്കുന്ന അപമാനമാണ്. അല്ലാഹു തആല പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഒരാളുണ്ടായി, രണ്ടാൾ വേണമെന്നില്ല. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ. കിബർ എന്ന് പറഞ്ഞാൽ പ്രായം, വയസ്സ്. 60 കഴിഞ്ഞ അഹദുഹുമാ ഒരാളുണ്ടായി, ഔ കിലാഹുമാ അല്ലെങ്കിൽ രണ്ടു പേർക്കും 60 കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്. ഛേ, അങ്ങനെയല്ല. ഛേ എന്ന് പറയാൻ പാടില്ല എന്നല്ല. അവരൊരു കാര്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ മുഖം ചുളിക്കരുത്. അങ്ങനെയൊക്കെ പറയില്ലേ, മുഖം ചുളിക്കരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അതല്ലാതെ ഉപ്പാനും ഉമ്മയും ഒരു ഛേ എന്ന് പറയാൻ പാടില്ലെന്നല്ല. ബാക്കിയൊക്കെ പറയാം, ഛേ എന്ന് പറയാൻ പാടില്ലെന്നല്ല. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരെന്തെങ്കിലും പറഞ്ഞ
നമ്മളിങ്ങനെ പോലെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ വാടും. അങ്ങനെ പോലും ചെയ്യരുത് അവരുടെ മുമ്പിൽ. അവരോട് മാന്യമായി സംസാരിക്കണം, മാന്യമായിട്ട് അവരോട് പെരുമാറാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഏതൊരു പിതാവിനും ഏതൊരു മാതാവിനും കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത് ഇന്ന മിമ്മാ യുഫ്രിഹുൻ നഫ്സ, ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത്, വയശ്റഹു സ്വദറ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വിശാലതയുണ്ടാകുന്നത്, അൻതറബനൻ ഭാറ, ഗുണം ചെയ്യുന്ന മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുന്ന മക്കളെ കാണുമ്പോഴാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളെ കാണുമ്പോഴാണ് ഒരു പിതാവിനും മാതാവിനും സന്തോഷം ഉണ്ടാകുന്നത്. അതല്ലാതെ വലിയ പണത്തിന്റെ കൂമ്പാരമായി നിങ്ങൾ കുറെ പണങ്ങൾ വാരിക്കൂട്ടുമ്പോഴല്ല, വലിയ വാഹനങ്ങളും വലിയ വീടൊക്കെ എടുക്കുമ്പോഴല്ല ഒരു മാതാവിന്റെ കണ്ണിന് കുളിർമയുണ്ടാകുന്നത്. പിന്നെപ്പോഴാ അൻതറബനൻ ഭാറൻ, നല്ല ഗുണം ചെയ്യുന്ന മാതാപിതാക്കൾക്ക് റെസ്പെക്ട് ചെയ്യുന്ന മക്കൾ ഉണ്ടാകുമ്പോഴാണ് അവരുടെ കണ്ണിന് കുളിർമയുണ്ടാകുക. മുതിർന്നവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ പള്ളിയിലേക്ക് പിതാവിന്റെ കയ്യും പിടിച്ചു നടന്നു പോകുന്ന ഒരു കുട്ടി ഉണ്ടാകുമ്പോഴാണ്. വേദന വരുമ്പോ ഉപ്പ പറഞ്ഞു എന്നൊന്ന് ഡ്രോപ്പ് ചെയ്യണം വേദന, എനിക്ക് സമയമില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പം പറ്റിയാതെയാണ്. വേദന ഉപ്പ വരാണ് വേദന, നിങ്ങൾക്ക് വേദന കേൾക്കാൻ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ വേടന്റെയും ഡാബ്സിയുടെ ഒക്കെ പിന്നാലെയാണ്. അപ്പോൾ പിന്നെ വേദനയോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പുതിയ തലമുറയിൽ ഒരു നല്ലൊരു ശതമാനം കുട്ടികൾക്ക്, എല്ലാവർക്കും അല്ല, ഒരു ശതമാനം കുട്ടികൾക്ക് ആ പാട്ടിൽ അർത്ഥമുണ്ടോ ഇല്ലെന്നൊന്നുമില്ല. വേടന്റെ വിഷയം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വേടന് ലഹരി ഉപയോഗിച്ചു എന്ന കാരണത്താൽ വേടനെ പിടിച്ചു. ആ ലഹരി കാരണം ഇയാൾ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം ഒരു അവർണനാണ്, അപ്പൊ അറസ്റ്റ് ചെയ്യണം. അയാൾ ഇവിടുത്തെ സവർണർക്കെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ഗായകനാണ്. അപ്പൊ അയാൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നിയമവകുപ്പില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ കയ്യിൽ പുലിപ്പല്ലുണ്ട് എന്ന ഒരു പുതിയ കേസുമായിട്ട് വന്നു. പുലിപ്പല്ലിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് പുലിപ്പല്ല് സുരേഷ് ഗോപിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലായത്. ഇയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് പുലിപ്പല്ല് വേറൊരാളുടെ കയ്യിലും കൂടി ഉണ്ടല്ലോ, വേറൊരാളുടെ കയ്യിലും പുലിപ്പല്ലുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യണം. അവരൊക്കെ സവർണരാണ്, അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്തായി, ഇയാളുടെ കേസ് എഴുതി തള്ളി. ഇതാണ് ഇന്നത്തെ നിയമപാലകരും നിയമവാഴ്ചയൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ്. വേടൻ പാവപ്പെട്ടവന്റെ ശബ്ദമാണ്. ഈ ഇവിടുത്തെ അഗതികൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദമാണ് വേടൻ. അറസ്റ്റ് ചെയ്തപ്പോ അയാളെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞു. സത്യത്തിൽ ഞാൻ അയാൾ അറിഞ്ഞത് ഈ അറസ്റ്റിന് ശേഷമാണ്. ഇങ്ങനൊരു കേസ് വന്നപ്പോഴാണ്. കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ സത്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ ഉപകരിച്ചു. ഇത്തരം പാട്ടുകൾ കേൾക്കാനും ആശയങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാൻ ഇത് കാരണമായിരുന്നു. ഒമക്കറു മക്കറൻ വമക്കർന മക്കറൻ, നിങ്ങൾ എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും അതിനേക്കാളും വലിയ കുതന്ത്രം അല്ലാഹു പ്രയോഗിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയറ്റി കാർട്ടൂൺ ഇറക്കുന്നു. വലിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് പ്രക്ഷുബ്ധമാവുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത്? റസൂലുള്ളാഹിനെ കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കുന്നു, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. റസൂലുള്ളാഹിന്റെ തലയിൽ ബോംബ് വെച്ചിട്ട് ഖുർആൻ കരിക്കുന്നു, ആളുകൾ ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നു. മുത്തലാഖ് നിരോധിക്കുന്നു, ആളുകൾ ത്വലാഖിനെ കുറിച്ച് പഠിക്കുന്നു. വഖഫ് നിരോധിക്കുന്നു, ആളുകൾ വഖഫിനെ കുറിച്ച് പഠിക്കുന്നു. വമക്കറു മക്കറൻ വമക്കർന മക്കറൻ, നിങ്ങൾ എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും അതിനേക്കാളും വലിയ കുതന്ത്രം ഞാൻ പ്രയോഗിക്കും, നിങ്ങളുടെ കുതന്ത്രങ്ങൾ വൃഥാവിലാകും. അതാണ് പഹൽഗാമിലൊക്കെ നമ്മൾ കണ്ടത്, പുൽവാമയിൽ നമ്മൾ കണ്ടത്, ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ. അവസാനത്തിനെ കുറിച്ച് ഒരു ചർച്ച പോലുമില്ലല്ലോ. ഇപ്പോ 25ഓളം ഇന്ത്യയുടെ യാത്രക്കാരായ ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ചർച്ചയില്ലല്ലോ, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. എന്താ ചർച്ചകൾ പോവാത്ത? പുൽവാമയിൽ 40 സൈന്യങ്ങള് വളരെ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടപ്പോ വലിയ ചർച്ചയായിരുന്നു. വോട്ടിന് വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇപ്പൊ എന്തേ അത് അന്വേഷണങ്ങൾ മുന്നോട്ട് പോവാത്തത്? എല്ലാം ഒരു ആസൂത്രണം, ട്രാപ്പുകൾ. ഏതായാലും ഇതൊക്കെ തിരിച്ചറിയാനുള്ളൊരു വകതിരിവും പക്വത നമ്മൾ കണ്ടാണം. കൊലപാതകങ്ങൾ നടക്കാണ് മംഗലാപുരത്തും പരിസരങ്ങളിലൊക്കെ. ആരാ കൊല്ലുന്നത്? നമ്മൾ തന്നെ. എന്തിനാ കൊല്ലുന്നത്? വർഗീയതയുണ്ടാക്കാൻ. പാകിസ്ഥാന്റെ പതാകകൾ റോഡിൽ വരക്കാൻ ആര്? കൂലിക്കുന്ന ആളുകൾ, അവരുടെ അനുഭാവികൾ പിടിക്കപ്പെടുന്നു, ഒരു കുഴപ്പമില്ല. അത് മുസ്ലിം പ്രതികളായാലോ ഇവിടെ വലിയ 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 ബോംബ് സ്ഫോടനങ്ങളുടെ ആസൂത്രണങ്ങളുടെ കഥകൾ അതിന് പിന്നിൽ മെനയാൻ തുടങ്ങും. ഇതൊക്കെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള
പ്രശ്നങ്ങൾ ഇപ്പോ എത്ര പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത 100 കണക്കിന് ആളുകളെ നമ്മുടെ നിയമപാലകർ, നമ്മുടെ രാഷ്ട്രം പിടിച്ചപ്പോ അതിൽ ഒരാൾ പോലും ഒരു മുസ്ലിം, പേരിലൊരു മുസ്ലിം പോലും അവിടെ ഇല്ല. എല്ലാം RSSകാർ, എല്ലാം നമ്മുടെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ അനുകൂലിക്കുന്ന അനുഭാവികൾ. നോക്കൂ നിങ്ങൾ, ദിവസവും നമ്മൾക്ക് വരാൻ ഇന്ത്യൻ നേവിയുടെ രഹസ്യങ്ങൾ ചോർത്തി, ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ ചോർത്തി, പെണ്ണിന് വേണ്ടി, പണത്തിന് വേണ്ടി. എല്ലാ പ്രതികളും രാജ്യസ്നേഹികളെന്ന് സ്വയം മുദ്രകുത്തുന്ന, രാജ്യസ്നേഹികളെന്ന് സ്വയം വിളിച്ചു പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂട അനുഭാവികൾ. ഒരു ആക്ഷൻ അവർക്ക് എടുക്കുന്നില്ല. കള്ളനോട്ടിൽ പിടിക്കപ്പെടുന്നവരവർ. മുസ്ലിം സമൂഹത്തിന്റെ രാജ്യസ്നേഹം അളക്കാൻ ആരും വരണ്ട. നമ്മുടെ രാജ്യസ്നേഹം അളക്കണമെങ്കിൽ ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എണ്ണി നോക്കിയാൽ അതിൽ ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിമീങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിന്റെ രാജ്യസ്നേഹം പരിശോധിക്കണമെങ്കിൽ ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാർ വന്നു, ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു. ഇവരുടെയൊക്കെ ഡെഡ് ബോഡി എവിടെയാണ്? വാസ്കോഡ് ഗാമയുടേത് എവിടെ? മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെത് എവിടെ? ബ്രിട്ടീഷിൽ നിന്ന്, ഡച്ചിൽ നിന്ന്, പോർച്ചുഗലിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി ലിസ്ബണിലും UK-യിലും ബ്രിട്ടനിലൊക്കെ അവര് അന്ത്യവിശ്രമം കൊള്ളാണ്. എന്നാൽ ഇവിടെ ഇന്ത്യയുടെ GDP, ലോകത്തറിയപ്പെട്ട GDP ആക്കി വളർത്തിയ മുഗളന്മാർ, ഓരോ ആളുകളുടെയും ഖബറുകളുള്ളത് ഈ ഇന്ത്യ രാജ്യത്താണ്. ടിപ്പു സുൽത്താന്റെ മഖബർ എവിടെയാണ്? ടിപ്പു സുൽത്താനെ ചില ആളുകൾക്ക് പറ്റൂല. ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ. ടിപ്പു സുൽത്താന്റെ അവസാനത്തെ തുള്ളി രക്തവും ഭൂമിയിലേക്ക് ഇറ്റ് വീണപ്പോ ബ്രിട്ടീഷുകാർ പറഞ്ഞ വാക്കാണിത്, ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ, ഇനി ഇന്ത്യ നമ്മുടേതാണ്. ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ ഡെഡ് ബോഡി ഉള്ളത് ഇന്ത്യ രാജ്യത്താണ്. അവര് മണ്ണിനോട് ചേർന്ന് അലിഞ്ഞു ചേരാൻ വന്നവരാണ്. കൊള്ളക്കാരായിട്ട് വന്നവരല്ല മുസ്ലിമീങ്ങൾ, രാജ്യത്തിന്റെ മണ്ണിനോട് ചേരാൻ വന്നവരാണ്. ഏതായാലും ഇത് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ, പിതാവിന്റെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് വരണം. പിതാവ് പറയാനൊന്ന് പള്ളിയിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, എന്റെ ചെറുപ്പക്കാരെ സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വേറൊരു എൻഗേജിലേക്കും പോകരുത്. ഇത് കഴിഞ്ഞിട്ടേ വേറെ ഏത് തിരക്കിനും പ്രസക്തിയുള്ളൂ. ഉപ്പാനെ പള്ളിയിൽ കൊണ്ട് പോയി ഡ്രോപ്പ് ചെയ്തിട്ടേ നിങ്ങൾ വേറെ എന്ത് തിരക്കിനും പ്രസക്തിയുള്ളൂ. നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി, എങ്കിലും പരീക്ഷയിൽ വിജയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ വേറെ ഒന്ന് ജോലിക്ക് പോകണം, ഷട്ടർ തുറക്കണം, ഉപ്പാനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ഇപ്പൊ വാതിന് വരണമെന്ന് പറഞ്ഞാൽ ഉപ്പയുടെ കൈയും പിടിച്ച് വാതിന് കൊണ്ടുവരണം. പകൽ സമയമായാൽ ഉപ്പയുടെ പിന്നാലെയാണ് നമ്മൾ നടക്കേണ്ടത്. ഉപ്പാനെ കൈയും പിടിച്ച് നടക്കണം എന്ന് പറഞ്ഞു. പകൽ സമയത്ത് നടക്കുമ്പോൾ ഒരു കാരണവശാലും പിതാവിന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. രാത്രി സമയമായാൽ പിതാവിന്റെ മുന്നിലൂടെ നടക്കണം. എന്താണത് വ്യത്യാസം? പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? പകലിൽ ഉപ്പമാർക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, വെളിച്ചമുണ്ട്. അപ്പോ അവരുടെ മുന്നിലൂടെ നടക്കുന്നത് അദബുകേടാണ്. അവരുടെ പിന്നാലെ നടന്നാൽ മതി. രാത്രിയായാൽ ഇരുട്ടാണ്, വെളിച്ചമില്ല, അവിടെ കല്ലുകൾ ഉണ്ടാകും, ഇഴജന്തുക്കൾ ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും ഉപ്പമാർ അറിയാതെ ചവിട്ടി പോയാലോ, അതുകൊണ്ടൊരു കാരണവശാലും അവര് മുമ്പിൽ നടക്കാൻ പാടില്ല. നമ്മൾ മുമ്പിൽ നടന്നിട്ട് മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി അവർക്കുള്ള വഴി തുറന്നു കൊടുക്കണം. ഇതൊക്കെയാണ് അദബ്, റെസ്പെക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുതിർന്ന പിതാവ് നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങാടിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് മതി പഠനം, അത് കഴിഞ്ഞിട്ട് മതി ജോലി. പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവരുടെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകണം. പാക്ക് പഴയതുപോലെ നടക്കാൻ കഴിയുന്നില്ല, പാക്ക് പഴയതുപോലെ എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. ഉപ്പാന്റെ നടത്തൊക്കെ ഭയങ്കര സ്ലോ ആണ്. ഉപ്പാനിങ്ങനെ വെയിലത്ത് കൂടെ നടന്നു വരുമ്പോ ഉപ്പാന്റെ ചവിട്ടടികളൊക്കെ വളരെ സ്ലോ ആണ്. പഴയതുപോലെ വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഉപ്പയോട് നിങ്ങൾ വളരെ മോശമായ രീതിയിൽ പിറുപിറുത്ത് കൊണ്ട് സംസാരിക്കരുത്. ഒന്ന് വേഗം പോ ഉപ്പ എന്നിങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാതെ, അവര് ശാരീരികമായിട്ടുള്ള പ്രയാസം കൊണ്ടാണ് ഈ സാവധാനത്തിലൂടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയവരുടെ പിന്നാലെ സാവധാനത്തിൽ സംതൃപ്തിയിലൂടെ നടന്നു പോകണം. അവരോട് സൗമ്യമായി സംസാരിക്കണം, മയത്തോടെ സംസാരിക്കണം. നമ്മൾ ഷൗട്ട് ചെയ്യാൻ പാടില്ല, ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല, ഷൗട്ട് ചെയ്യരുത്. അടുക്കളയിൽ ഉമ്മമാരിങ്ങനെ വിളിക്കുകയാണ്. പെൺകുട്ടികളെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അടുക്കളയിലേക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് വിളിക്കുമ്പോ അത് മുണ്ടാണ്ടിരിക്കുമ്പോ പറയരുത്. ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അഞ്ചത്തില്ല അവിടെ, അങ്ങനെ ചോദിക്കരുത്. വളരെ സൗമ്യമായിട്ട് അവരോട് പറയണം, ഉമ്മ ഞാൻ വരാം, ഓടിപ്പോകണം. എന്ത് പണിയുണ്ടെങ്കിലും, ഈവൻ നിങ്ങൾ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ വരെ നിങ്ങളുടെ കൈ ഉപേക്ഷിച്ച് നിങ്ങൾ ഓടിപ്പോകണം. സുന്നത്ത് നിസ്കാരം പൂർത്തീകരിക്കണ്ട, നിസ്കാരം ഒഴിവാക്കിയിട്ട് പോകണം. ഇതാണ് പരിശുദ്ധതയും പറയുന്നത്.
ഫർള് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും ഉമ്മയും ഉപ്പയും വിളിച്ചാൽ ഒഴിവാക്കിയിട്ട് പോകണം. കാരണം അള്ളാഹു പറഞ്ഞത് എന്നെ ആരാധിക്കണം, ആ ആരാധന സ്വീകാര്യമാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരോട് നന്മ ചെയ്യണം. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറ. എവിടെങ്കിലും ഇരിക്കുമ്പോ ഉപ്പമാരെ മുമ്പിലിരുത്തണം, നിങ്ങൾ ബാക്കിലിരിക്കണം. നിങ്ങൾ ആദ്യം പോയിരുന്ന് അവരെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇനി അവരെ ബാക്കിലിരുത്തി നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഉപ്പമാർക്കായിരിക്കണം മുമ്പിൽ സ്ഥാനം കൊടുക്കേണ്ടത്, ഭാര്യക്കല്ല. ഉമ്മയും ഭാര്യയും നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉമ്മയാണ് നിങ്ങളുടെ ആദ്യത്തെ സീറ്റിൽ ഇരിക്കേണ്ടത്. പിന്നെ ഉമ്മ ഏതെങ്കിലും ഉമ്മ വിനയത്തിലെ നിങ്ങൾ ഇരുന്നോ, ഞാൻ ബാക്കിലിരുന്നോളാം, അത് ഉമ്മാനെ സംതൃപ്തിക്ക് വിട്ടുകൊടുക്കണം. അതല്ലാതെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മുന്നില് പിതാവ് ബാക്കില് ഉമ്മ ബാക്കില്, ഈ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഉമ്മ ഇപ്പം കഴിഞ്ഞിട്ടേ ഭാര്യയുള്ളൂ. കാരണം നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കൈകളിലാണ്. ഒരു പെണ്ണിന്റെ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഭർത്താവിന്റെ കൈകളിലാണ്. ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ഭർത്താവ് ബഹുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോ നമ്മൾ ഫോണിൽ കളിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അവരെന്തെങ്കിലും ചോദിച്ചാല് അങ്ങനെ നമ്മളൊക്കെ സ്വഭാവമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള, ഈവൻ എനിക്കടക്കമുള്ള ഒരു സ്വഭാവമാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഫോണിൽ കളിക്കുന്നുണ്ടാവും. അപ്പൊ ഉപ്പ എന്തെങ്കിലും പറഞ്ഞാല് അതിനൊക്കെ ഉത്തരം പറയും. ചെയ്യരുത്, ഫോൺ താഴെ വെച്ച് അവരോട് സംസാരിക്കണം. നമ്മളൊരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോ ഫോണിലിങ്ങനെ കളിച്ചുകൊണ്ട് അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാ, മൂള എന്നതിനപ്പുറം അവരെ പരിഗണിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. ഫോൺ താഴെ വെക്കുക, അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ട് അവരോട് സംസാരിക്കുക. ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഫോണൊക്കെ താഴെ വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് സംസാരിക്കുക. അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഫോണിൽ ഗെയിമാണെങ്കിലും കളിയാണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് നമ്മളിങ്ങനെ അവരെ അവഗണിക്കുന്നത് പോലെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലും അപമര്യാദയാണ്. ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ. ഉപ്പ മാത്രമല്ല, നാട്ടിലുള്ള വയസ്സന്മാരായ ആളുകൾ അങ്ങനെ തന്നെ. നാട്ടിലുള്ള മുതിർന്നവരായ മൂത്താപ്പമാരും വളാപ്പമാരും കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും ഉസ്താദുമാരും എല്ലാവരും അങ്ങനെ തന്നെ താടിയും മുടിയൊക്കെ നിരബാധിച്ച ഓരോ ആളുകളുടെ മുമ്പിലും ഈ പറയപ്പെട്ടതുപോലെ റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെട്ടാലോ ഈമാൻ ഇഷ്ടപ്പെട്ടു പോകും, മുസ്ലിം ആവൂല. അദബാണ് പ്രധാനം. ഇന്ന് അമലുകൾക്കാർക്ക് കുറവൊന്നുമില്ല. ആർക്കെങ്കിലും അമല് കുറവുണ്ടോ? ഇന്ന് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ പഴമക്കാർ നിസ്കരിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ പള്ളിയിൽ വരുന്നത് പോലെ പഴമക്കാർ പള്ളിയിൽ വന്നിട്ടില്ല. അവരെപ്പോഴെങ്കിലും വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരുന്നുള്ളൂ. ഇന്ന് എല്ലാവരും ജമാഅത്തിന് പള്ളിക്ക് എത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ പഴമക്കാർ നോമ്പെടുത്തിട്ടില്ല. നമ്മുടെ മക്കൾ 10-ാം വയസ്സ് മുതൽ നോമ്പെടുക്കുന്നുണ്ട്. പഴമക്കാർ 35 വയസ്സ് മുതലാണ് നോമ്പെടുത്ത് തുടങ്ങിയത്. എല്ലാവരും അല്ല, നല്ലൊരു ശതമാനം ആളുകളും. പ്രായപൂർത്തിക്കായ 25 വയസ്സിലും നോമ്പോക്കാതെ എത്രയോ ആളുകൾ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ബഹുഭൂരിഭാഗം ആളുകളും ഒരു 25-ന് 30 എല്ലാ നോമ്പും ചിലപ്പോൾ നോക്കാൻ തുടങ്ങി 30-ന് ശേഷം, അല്ലെങ്കിൽ 25-ന് ശേഷം, അല്ലെങ്കിൽ 20-ന് ശേഷമൊക്കെ എല്ലാ നോമ്പും ഇടയ്ക്കിടെ നോക്കും. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒഴിവാക്കും. ഇന്ന് എല്ലാവർക്കും ഈ ഭാഗത്തുണ്ട്, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, സുന്നത്തുണ്ട്, തഹജ്ജുദുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പഴമക്കാരും ഇരുന്നതേ എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല. പഴമക്കാരൊക്കെ ലൈലത്തുൽ ഖദറിന് രാത്രി വന്ന ഇപ്പോഴും ആ വയസ്സന്മാര് പള്ളിയിൽ ഒന്നും ഹയാത്താക്കാറില്ല പഴമക്കാര്. എന്നാൽ യുവാക്കളൊക്കെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഭയങ്കര സുബഹി വരെ ഹയാത്താക്കും. ഇബാദത്തുകൾക്കൊരു കുറവില്ല. ഇന്നത്തെ കുറവും ഇന്നത്തെ നഷ്ടവും മുതിർന്നവരെ ബഹുമാനിക്കാത്തതിലാണ്. അവരെ റെസ്പെക്ട് ചെയ്യാതെ ലൈസമിന്ന അവർ മുസ്ലിം അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ഈ അഹങ്കാരവും നമ്മുടെ ഈ തൻ്റെ ഇടവും നമ്മുടെ ഈ എന്താ പറയാ ജാടയും കിബറും എല്ലാം നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ ജീവിക്കുന്നത് തന്നെ അവർ കാരണത്താലാണ് എന്ന ബോധം നമ്മൾക്കുണ്ടാവുക. ഇല്ലെങ്കിൽ അള്ളാഹു ഈ നാടിനെ, ഈ സമൂഹത്തെ എന്നെ നശിപ്പിച്ചു കളയുമായിരുന്നു എന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടാവുക. അപ്പോ ഫോണ്, TV പോലെയുള്ള സോഷ്യൽ മീഡിയകൾ, അതുപോലെ ഡിവൈസുകൾ, ഇതൊന്നും നമ്മൾ മാതാപിതാക്കളുടെ മുമ്പിൽ ഉപയോഗിച്ച് അവരോട് ചോദ്യത്തിന് മറുപടി ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക, മറുപടി പറയാ. ചങ്ങാതിമാരുടെ ഇടയിൽ എന്തായിക്കോളി. പക്ഷേ തലമുതിർന്ന ആളുകൾ വയസ്സന്മാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഉണ്ടാവരുത്. പിന്നെയോ അവർ സംസാരിച്ചാൽ ശ്രദ്ധയോടെ കേൾക്കണം. അവരെന്തെങ്കിലും പറയുമ്പോ ശ്രദ്ധയോടെ കേൾക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
അതുപോലെ ഹാരിഥത്ത് ഇബ്നു നുഅ്മാൻ എന്നവർ, ഇങ്ങനെയുള്ള പ്രമുഖരായ ആളുകളൊക്കെ മാതാവ് എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കും. കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് എന്താണ് പറഞ്ഞതെന്ന് അവരോട് ചോദിക്കൂല, അടുത്തുള്ള ആളോട് ചോദിക്കും, എന്താ ഉപ്പ പറഞ്ഞെനിക്ക് മനസ്സിലായിട്ടില്ല.